ജനുവരി 22-ാം തീയതി റിലീസ് ആവാൻ പോകുന്ന ടീം ചത്താപച്ച. ഞാൻ ആക്ച്വലി വീണു ചേച്ചി മാറിയിട്ട് വന്നാളെ സീരിയസ് ആയിരിക്കുമോ? ചേച്ചിയുടെ കാര്യം ചെയ്യട്ടെ. എന്താണ് ചത്താപ്പച്ച? ചത്താപ്പച്ച ഒരു മൂവിയാണ്. ഇതിലേ മമ്മൂക്കയില്ലേ? മമ്മൂക്കയാണോ മോഹൻലാലാണോ ഒക്കെ സിനിമ കാണുമ്പോ ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മമ്മൂക്ക ഉണ്ടെന്നൊരു റൂമർ കേട്ടു. കാരണം ഞങ്ങൾ പറഞ്ഞ പല ഡീറ്റെയിലിംഗും ഞങ്ങൾ പോസ്റ്ററിൽ കണ്ടു. എഴുതിയെടുത്തിരിക്കാണല്ലേ? എന്തോ ഞാൻ എന്താ പറഞ്ഞു? നീ എനിക്ക് തോന്നുന്നു സിനിമ കൊണ്ടുപോണത് അല്ലേ? പിന്നെ ഇവരുടെ കൂടെ ഉള്ള ഒരു ചട്ടമ്പിയാണ്. അടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. ആകെയുള്ള ചട്ടമ്പി. ഇതിലൊരു ഫൈറ്റ് ഉണ്ട്. അത് ഓരോ ഷോട്ടും മിനിമം 20 ടേക്ക് പോകും. അത് ഞങ്ങളുടെ ജീവൻ വെച്ചാ. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ കഥ പറയാനൊക്കെ ആയിട്ട് വരുമ്പോഴേ എപ്പോഴെങ്കിലും ശോഭൻ ചേട്ടനും അർജുൻ ചേട്ടനും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പടം കഥ വിളിച്ചിട്ടാ മറ്റേ മുമ്പിൽ വന്നിട്ട് കഥ പറയട്ടെ. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ എന്റെ ക്രഷ് ആയിരുന്നു. ആര് ഞാനോ? ഓ കുട്ടിക്ക് എന്തോ പ്രശ്നം. എനിക്ക് കലിപ്പന്മാരെ നീ വളം വെച്ചെടുത്ത സംസ്കൃതമൊക്കെ പറയാൻ തുടങ്ങി. ചോദിക്കാനുണ്ടോ? ഇല്ല, എനിക്ക് മതിയായി, കിട്ടി മോദിച്ച്. വേദോ അടങ്ങ്. ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ജനുവരി 22-ാം തീയതി റിലീസ് ആവാൻ പോകുന്ന ചത്താപ്പച്ച വിശേഷങ്ങളുമായിട്ട് ടീം ചത്താപ്പച്ച. വെൽക്കം ടു ദി ഷോ. ഞാൻ ആക്ച്വലി വീണു ചേച്ചി മാറിയിട്ട് വന്നാളെ സീരിയസ് ആയിരിക്കുമോ? ഒരു മാറ്റമില്ല, അങ്ങനെ തെരഞ്ഞെടുത്തതാ. ഭദ്രമാക്കി എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് ആള്. ഓക്കെ, എന്താണ് ചത്താപ്പച്ച? അർജുൻ ചേട്ടാ ഞാൻ പറഞ്ഞു എന്നാ പറയൂ, ആരെങ്കിലും പറയൂ, എന്താണ് ചത്താപ്പച്ച? ചത്താപ്പച്ച ഒരു മൂവിയാണ്. നീ എന്നെ വെള്ളം കുടിപ്പിക്കാനിരിക്കുന്നേ. നമുക്ക് പറ്റില്ലട്ടാ. ഞാൻ ചോദിച്ചത് ചത്താപ്പച്ചയുടെ അർത്ഥം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ആർക്കും ഇല്ല, വേർഡ്സ് ഇല്ല. ഞാൻ അവളോട് സംസാരിച്ചിരിക്കുക. അല്ല, പക്ഷെ ഇവിടെ പറഞ്ഞ സാധനം കറക്റ്റ് ആണ്. ഒരു മട്ടാഞ്ചേരിയിൽ പറയുന്ന ഫ്രേസ് ആണ് ബേസിക്കലി. അതിനർത്ഥം ഡു ഓർ ഡൈ, ഒരു ഓൾ ഓർ നത്തിങ് ആറ്റിറ്റ്യൂഡ്. ഒന്നും നോക്കണ്ട, ചത്താപ്പച്ച എന്താണെങ്കിലും നടന്നോളൂ. ഓക്കെ, വിശാഖേട്ടാ, ചേട്ടന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ്, ഓഫ് കോഴ്സ്. എങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക്, അതായത് ഈ ഒരു സ്ക്രിപ്റ്റ് കിട്ടി, ഇപ്പൊ ഇത്രയും നാളും ചെയ്തതിൽ നിന്നും യൂണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, എന്തുകൊണ്ട് ആ ഒരു കാരണം കൊണ്ടാണോ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തത്? അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു. അടിപൊളി സ്ക്രിപ്റ്റ്, ക്യാരക്ടറിനേക്കാൾ ഉപരി അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഇത് ശരിക്കും പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത സാധനം അടിപൊളി ആയിരിക്കും എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടി. അതുകൊണ്ട് കണ്ണു മറച്ച് ഓക്കെ റെഡി. ഓക്കെ, അടുത്ത സെൻസ് ചത്തപ്പച്ച ഇറങ്ങി കഴിയുമ്പോ അടുത്ത സെൻസേഷൻ ആവാൻ പോകുന്ന കുട്ടിയാണെന്ന് എനിക്ക് അവര് വിനയം. ഓക്കെ, പറയൂ, എന്താണ് ഈ പോസ്റ്ററിലൊക്കെ കാണാൻ? അതാണ് ഞാൻ ഇവരുടെ കൂടെ ചെറിയൊരു ഫൈറ്റും പരിപാടിയൊക്കെ ഉണ്ട്. ഫൈറ്റ് ഉണ്ട്.
ചെറുതൊന്നല്ല. ഫൈറ്റ് ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഇതിൽ ട്രെയിനിങ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫൈറ്റും പരിപാടികളും. ഇതിൽ ആകെ ഒരു ഫീമെയിൽ ഫൈറ്റർ അല്ലെങ്കിൽ റെസ്ലർ ആയിട്ട് ഉള്ളത് ഞാൻ ആണ്. എന്ത് റോളാ ഇതില്? ഞാൻ ശരിക്കും പറഞ്ഞ റോഷൻ ചേട്ടന്റെ മോളാണ്. ഓ കഥ പറയും കേട്ടോ ഇവിടെ. ബാക്കി ഓക്കെ പറ. പക്ഷെ അർജുൻ ചേട്ടനെ വളർത്തുന്നേ. പിന്നെ ഇവരുടെ കൂടെ ഉള്ള ഒരു ചട്ടമ്പിയാണ്. ആകെയുള്ള ചട്ടമ്പി. ഞാനാണ് ഫുൾ വില്ലത്തിലൊപ്പിച്ചേക്കുന്നത്. വില്ലത്തര നീ എനിക്ക് തോന്നുന്നു സിനിമ കൊണ്ടുപോണത് അല്ലേ? യെസ്, കറക്റ്റ്. ഓക്കെ എഴുതിയെടുത്തിരിക്കാണല്ലേ. അല്ല വേദു ഇപ്പോഴും ക്യാരക്ടറിലാണ്. ഓക്കെ ഷഞ്ചേട്ടാ, ഇത് നമ്മുടെ മാർക്കോയിൽ നമ്മൾ കണ്ട ഒരു ഭാവം പിടിച്ച ക്യാരക്ടർ അല്ലല്ലേ ഇതിലപ്പോ? അല്ല കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്യാരക്ടറാണ് അത്. ഈ ഒരു ഗ്യാങ്ങിന് ആക്ച്വലി പോസ്റ്റിൽ നമ്മൾ 4 പേരുകളുള്ളൂ, പക്ഷേ ശരിക്കും പടം കാണുമ്പോൾ ഒരു വലിയ ഗ്യാങ് ആണ്. നമ്മൾ മാത്രമല്ല, ഇതിലൊരു കുറച്ച് ന്യൂ കമേഴ്സ് ഉണ്ട്, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു ലൈഫ് ഓഫ് ദ ഗ്യാങ്, ഒരു എനർജറ്റിക്, എല്ലാം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ ഇനിയും സിനിമ കാണുമ്പോൾ മനസ്സിലാവും, പക്ഷേ ഒരു അടിപൊളി ക്യാരക്ടറാണ്. ലോക്കോ ലോബോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിലെ ഒരു ടൈപ്പ് ഓഫ് ഗുസ്തിക്കാരനായിട്ടാണല്ലോ അർജുനേട്ടൻ വരുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി ഈ പടത്തിൽ അങ്ങനെയാണ്. റെസ്ലിംഗ് റിങ്ങിൽ കയറുമ്പോൾ ഒരു പരിപാടി ഉണ്ട്, അല്ലാത്തപ്പോൾ ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു പാവം ഒരു സൈലന്റ് ക്യാരക്ടറാണ് ആക്ച്വലി. പിന്നെ പടത്തിൻ്റെ അകത്തുള്ളതല്ലാണ്ട് പടത്തിന് വേണ്ടി ചെയ്ത ട്രാൻസ്ഫോർമേഷൻ തന്നെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ എല്ലാവരും ഒരു ട്രെയിനിങ് സെഷൻ ഒരു 3 മാസം ചെറിയ പരിപാടി പിടിച്ചായിരുന്നു. സേഫ് ലാൻഡിങ്ങും അല്ലെങ്കിൽ സേഫ് ഫോളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഇഞ്ചുറി അവോയ്ഡ് ചെയ്തിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയൊക്കെ പ്രോപ്പർ ട്രെയിനിങ് മൊബിലിറ്റി എല്ലാം ഉണ്ടായിരുന്നു. നമുക്കിവിടെ ശ്രാവണം ഡേവിസ് എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പാടിനെക്കാട്ടും നല്ല അതൊരു റുട്ടീനായി മാറി. പിന്നീട് ഇപ്പം എല്ലാവരും കണ്ടിന്യൂ. ഇപ്പം ഞാൻ പേഴ്സണലി ഒരു ഫിറ്റ്നസ് ഒന്നും നോക്കാത്ത ഒരു ക്യാരക്ടർ. എനിക്ക് ഇത്ര നാളും കുറച്ച് മറ്റേ പാവം വീട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പേര് അല്ലെങ്കിൽ ദാരിദ്ര്യം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് മറ്റേ ബോഡി ഫിറ്റ് ആക്കിയൊന്നും വരാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ മനസ്സിലായി നമുക്ക് ഇങ്ങനെ മസിൽ ഇല്ലാണ്ട് തന്നെ ബോഡി ഫിറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഫിസിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ ഭയങ്കര ഹെൽപ്പ് ഔട്ട് ചെയ്ത് ഈ പടത്തിൽ ഞാൻ ബാക്കി കൊണ്ടുപോകണതാണ് ലൈഫ് സ്റ്റൈലിൽ ഫിറ്റ്നസ്സും അല്ലെങ്കിൽ പ്രോപ്പർ ഫുഡും പരിപാടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നല്ല സുഖമുണ്ട് ആക്ച്വലി. അപ്പം അത് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ ബോഡി എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുമെന്ന് ഇതിലൂടെ മനസ്സിലായി. ഫോർ എക്സാമ്പിൾ ചില ടേക്സ് ഒക്കെ, ചില ലോങ് ടേക്സ് ഒക്കെ 30-35 ടേക്സ് ഒക്കെ പോയിട്ടുണ്ട്. ടീസറിൽ കണ്ട ടേക്കിന് ടീസറിൽ ചെയ്ത സാധനം 32 ടേക്സ് പോയിട്ടുണ്ട്. അത് ഇതിലൊരു ഫൈറ്റ് ഉണ്ട്, ഞാൻ പിന്നെ പറയാം ഇത് ഫൈറ്റ് ആണെന്നുള്ളത്. ക്ലൈമാക്സിനോട് അനുബന്ധിച്ച് വരുന്നൊരു ഫൈറ്റാണ്. അതിൽ ലോങ് ഷോട്ട്സ് ആണ് ഉപയോഗിച്ചേക്കണത്. കാരണം സീക്വൻസ് കുറച്ചധികം ഉണ്ട്, അത് കട്ട് വെക്കാണ്ട് ലോങ് ഷോട്ട്സ് ആയിട്ട് ഉപയോഗിച്ചേക്കണത്. അത് ഓരോ ഷോട്ടും മിനിമം 20 ടേക്ക് പോകും. ഓരോ ഷോട്ടോ താഴെ ബെറ്റ് ചെയ്യും. ഇത് ബെറ്റടിക്കും 20 പോവോ 15 പോവോ 30 പോവോ. അത് ഞങ്ങളുടെ ജീവൻ വെച്ചാ. വിശാഖേട്ടനും റോഷൻ ചേട്ടനും ആനന്ദ് ത്രൂ വന്ന രണ്ടുപേര് നിങ്ങൾ ഒരുമിച്ചുള്ള രണ്ടാമത്തെ മൂവി അല്ലേ ഇത്? അല്ല, മൂന്നാമത്തത് മാച്ച് ബോക്സ് എന്നുള്ള ഫിലിമായിരുന്നു. ഓക്കെ. അപ്പം ഇതിലേക്ക് വന്നപ്പം ആ ആനന്ദം സെറ്റിൽ നിന്നും നിങ്ങൾ കൊണ്ടുവന്ന അവിടുന്ന് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത എന്ത് സാധനമാണ് മിസ് ചെയ്തത് ആനന്ദം സെറ്റിൽ? അല്ല, അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക കോ ആക്ടർ ആയിട്ടുള്ള ഒരു കംഫർട്ട് ഉണ്ടല്ലോ. അതിൽ റോഷൻ മാത്രമല്ല ബാക്കി എല്ലാവരും പരുണായിട്ടും കിളിയായിട്ടും മന്നുമായിട്ടും എല്ലാവരും തോമസ് ഒക്കെ ആയിട്ട് നമുക്കുണ്ടായിരുന്ന ആ ഒരു ലെവൽ ഓഫ് കംഫർട്ട് കുറേ നാൾക്ക് ശേഷം കിട്ടിയത് ഇപ്പോൾ ഓഫീസറിലും ചത്തപ്പച്ചൊക്കെയാണ്. ആ ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ്. ആര്, ഞാനോ? കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞോ? ഞാൻ ഇറങ്ങി കണ്ട് പിറ്റേന്ന് ഓഫീസിൽ വന്ന് പറഞ്ഞതാ. എനിക്ക് കലിപ്പന്മാര് അല്ല, അപ്പോൾ റോഷൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സെൻസ് ഓഫ് കംഫർട്ട് ഉണ്ട്. അപ്പോൾ ഇതിലും അങ്ങനത്തെ ഞങ്ങളുടെ ഒരു ബി പ്ലോട്ടിങ്ങിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അത് അധികം പറയുന്നില്ല, പക്ഷേ ഒരു കുറേ സീൻസ് ഞങ്ങൾക്ക് കുറേ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ അവൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് ലെവൽ വേറെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അർജുൻ്റെ കൂടെയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഏഷ്യാനെറ്റോടെയും അർജുൻ്റെ കൂടെ ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു രസമുള്ള ഒരു കംഫർട്ട് ലെവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ സാധനമാണ്. എല്ലാ പടത്തിലും അത് കിട്ടില്ല. ഒരു സുഖം കിട്ടുന്നത് അത് വേറെ രസമായിരുന്നു ആക്ച്വലി. പിന്നെ ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ടീം സ്പോർട്ട് കളിക്കുന്ന പോലെ തന്നെയായിരുന്നു. ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ചോ കളിക്കാൻ പോകുമ്പോൾ എല്ലാവരും പുറത്തുനിന്ന് ഇപ്പോൾ ഫൈറ്റ് ഇപ്പം എനിക്ക് ഫൈറ്റ് ഇല്ലാത്തപ്പോഴും ഞാൻ എതിർ ടീമാണെങ്കിലും അവിടെ നിന്ന് അർജുനും റോഷനും അടി കൂടിക്കൊണ്ടിരിക്കും. ഞാൻ പുറത്തുനിന്ന് കമോൺ ഗൈസ് യെസ് ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ള ഒരു മൂഡിൽ നിൽക്കുകയാണ് എല്ലാവരും. അതെ, അപ്പോൾ ആ ഒരു കോംറാഡറി ഉണ്ടല്ലോ, അത് കുറേ നാൾക്ക് ശേഷം കിട്ടിയത് ചത്തപ്പച്ചിട്ടായിരുന്നു. ഓക്കെ, ഇവരെ മൂന്നുപേരെയും സെറ്റിലേക്കൊക്കെ വന്ന് ആദ്യം കണ്ടപ്പോൾ എന്ത് ഫീൽ ആയിരുന്നു? ഞാൻ സെറ്റിൽ വെച്ചിട്ടല്ല ഇവരെ കാണുന്നത്, നമ്മൾ ട്രെയിനിങ്ങിൽ തൊട്ട് കാണുന്നുണ്ടല്ലോ. അപ്പൊ വിശാഖേട്ടനെ എനിക്ക് ഓൾറെഡി അറിയാം, ഞങ്ങൾ ഓഫീസറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റോഷൻ ചേട്ടനെയും നേരത്തെ അറിയാം, റോന്തിലും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെയാണ് പുതുമുഖ ആൾക്കാർ. എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കരമായിട്ട് ചെല്ലേ എല്ലാം, പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ അതൊന്നും ഇല്ലായിരുന്നു. അത് വേറെ ആയിരുന്നേ, പെട്ടെന്ന് അതെങ്ങനെ ഇവിടെ പറഞ്ഞേ. ചേച്ചിയുടെ കാര്യം ചോദിക്കട്ടെ? ചേച്ചിയുടെ കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ ആന്റി. കൊന്ന് കൊല വിളിച്ചു. ഞാനൊന്ന് കണ്ണുടച്ചോട്ടെ. ഓക്കെ, ഇതിലേ മമ്മൂക്കയില്ലേ? മമ്മൂക്കയാണോ മോഹൻലാലാണോ ഒക്കെ സിനിമ കാണുമ്പോ പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് വരുന്നത് ഇനി കുറച്ചധികം ചോദ്യങ്ങളിലാണെങ്കിൽ ഞാൻ നിർത്തി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, എനിക്ക് മതിയായി, കിട്ടി ബോധിച്ച്. പറയൂ, മമ്മൂക്ക ഉണ്ടെന്നൊരു റൂമർ കേട്ടു. ആരും സിനിമ കാണുമ്പോൾ സിനിമ എന്തായാലും ഇപ്പൊ ഇറങ്ങൂലേ 20 സെക്കൻഡ്. കാരണം ഞങ്ങൾ പറഞ്ഞ പല ഡീറ്റെയിലിംഗും ഞങ്ങൾ പോസ്റ്ററിൽ കണ്ടു. യെസ്, കമ്മലില് മറ്റേ പഴയ സാമി ജോണി വാക്കറിലെ ഉള്ളതാണ്, അറിയില്ല കേട്ടോ, ഇപ്പൊ കണ്ടുപിടിച്ചത്. എന്ത് അത് വില്ലനല്ലേ? ആ വില്ലൻ. ഓ അത് ഓ ഓ അത് കറക്റ്റാ. വേറില്ല, ഒരെണ്ണുള്ളൂ, ഒരെണ്ണം കിട്ടിയ. ഓക്കെ, എന്നിവേ ഉണ്ടോ ഇല്ലയോ? ഞങ്ങൾ 22-ാം തീയതി കണ്ടോളാം. അപ്പൊ അതിനെപ്പറ്റി വെറുതെ സ്പോയിലർ ചോദിച്ച്. ഓക്കെ, അതുപോലെ ബെൽറ്റിന്റെ ഒരു കഥ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കുക. ബെൽറ്റാ? ബെൽറ്റ് ബെൽറ്റ് ഏത് ബെൽറ്റ്? ബെൽറ്റ് അത് സെറ്റിൽ നിന്ന് മോഷണം പോയി എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതിനെ അടിച്ചു മാറ്റി. ഞാൻ എല്ലാ പടത്തും എന്തെങ്കിലും അടിച്ചു മാറ്റും. ഈ ബെൽറ്റ് അതിലെന്താ എഴുതിയിരിക്കുന്നത്? പൂക്കി. വില്ലനല്ലേ? എനിക്ക് ടീസറിൽ വില്ലനായിട്ട് തോന്നി. ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ക്രഷ് ഒന്നുമില്ല, തെറ്റില്ല. ഇതില് പൂക്കിയാണ്. പൂക്കിയാണ്. ശരിക്കും എന്തോ ഒരു ഇടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ. നിങ്ങൾ എവിടേക്കോ കുറെ പാടും മറ്റേ നീരൊക്കെ വെച്ചിട്ട് ഏതൊക്കെ പ്രൊമോഷന് വന്നേക്കണ എൻ്റെ ഒക്കെ ഇത് ആരോ പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു. അറിഞ്ഞേട്ടാ പറഞ്ഞോ? ഒരു മാറ്റമില്ല, ആക്ച്വലി അങ്ങനെ സൗണ്ട് പോയി. ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്? അർജുൻ. കൊടുത്തതും ആറിടി ഫൈറ്റ് സീൻ ആയിരുന്നു മൊത്തം. മറ്റേ ഇത് പടമാണല്ലോ, പറയാനുണ്ടോ? സെറ്റിലുള്ളതാ? ചെയ്യാത്തൊന്നുമില്ല. തീന്റെ ഇടയിൽ കൂടെ വരെ പോയിട്ടുണ്ട്, എന്നിട്ട് ആർക്കും ഇഞ്ചറിയില്ല. വെറുതെ ഇരുന്നപ്പോ ഒരു തള്ളിന്റെ ഇടയിൽ കൂടി കാലൊടിഞ്ഞ്. ഓ മൈ ഗാഡ്. പിന്നെ ഒരു നമ്മുടെ ഒരു ഫൈറ്റില് ഡാറ്റുന്റെ ഒരു ഇവിടെ നമ്മളെ കാഫ് മസിൽ ഇവിടെ വന്ന് എങ്ങനെ അതുപോലെ അത്രയും വലുതായിട്ട്
അതും ബൾബ് അതും പോലെ. നമ്മളെ റിങ്ങിന്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ആയിരുന്നു. അപ്പൊ അന്ന് നമ്മളെല്ലാരും വിചാരിച്ചു അയ്യോ പണി പാളി, ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റൂല, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സ്റ്റേറ്റിലായിരുന്നു. പക്ഷെ ഡാറ്റയുടെ ഒരു സ്പിരിറ്റും പുള്ളിയുടെ ഒരു സ്ട്രെങ്ത് അവിടെയാണ് കണ്ടത് നമ്മൾ. കാരണം പുള്ളി കുഴപ്പമില്ല പിടിക്കുക എന്നുള്ളൊരു സാധനമായിരുന്നു. പിന്നെ അന്ന് മാത്രമല്ല പിറ്റേ 3 ദിവസം പുള്ളി വന്ന് സാധനം പിടിച്ച്. അപ്പൊ സമ്മതിക്കണം. ഓക്കെ ഓക്കെ. എന്നാ നമ്മുടെ ഇതിലൊരു പാൻ ഇന്ത്യൻ ആക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം വൈശാഖേട്ടനെ. ആണ്. എന്തായിരുന്നു എമർജൻസിയിൽ കങ്കണയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഉണ്ടായിരുന്നില്ല. അല്ലായിരുന്നു. നല്ലൊരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ക്യാരക്ടറിൽ നിന്ന് ആ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടി. അതിനുള്ള ക്ലെയിം കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഐ എം ഹാപ്പി. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നതിന് ശേഷമാണ് കുറേ കൂടെ ആൾക്കാർ ആ പടം കണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹിന്ദിയിൽ 1-2 സാധനങ്ങളും കൂടെ ഒക്കെ വന്നു. ഇനിയിപ്പോൾ ഒരെണ്ണം ഇറങ്ങാൻ പോകുന്നുണ്ട്. ഹാപ്പി. കൈ നിറയെ പടങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. അയ്യോ അങ്ങനെ ഈ പറഞ്ഞ അൺസർട്ടനിറ്റി ഒരിക്കലും മാറില്ലടോ. അത് സീനാണ്. ഇപ്പോൾ ഈ പടം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഇറ്റ്സ് ലൈഫ് ഓഫ് ആൻ ആക്ടർ. ഇടയ്ക്ക് വരുമ്പോൾ അടിക്കുക. കർമ്മണ്യവാദികാരസ്ഥേ മാ ഫലീഷു കഥാചന. ഓക്കെ. എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞു. ഓക്കെ. നീ വളം വെച്ചെടുത്ത സംസ്കൃതമൊക്കെ പറയാൻ തുടങ്ങി. അർജുനേട്ടൻ്റെ വീട്ടിലേക്കൊക്കെ വരുമ്പോഴേ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ കഥ പറയാനൊക്കെ ആയിട്ട് വരുമ്പോഴേ എപ്പോഴെങ്കിലും ശോഭൻ ചേട്ടനും അർജുൻ ചേട്ടനും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പടം കഥ? ഇല്ല, അവര് വിളിച്ചിട്ടാ വരാ. മറ്റേ മുമ്പിൽ വന്നിട്ട് കഥ പറയട്ടെ. അങ്ങനെ ആരും വരാറില്ല. എല്ലാരും വിളിച്ച്. വീട്ടിലൊരു ഈഗോ ഉണ്ടോ? അച്ഛനാണോ മോനാണോ പടം കൊടുത്തത്? ഇല്ല. ഞാൻ വെറുതെ ചോദിച്ചോട്ടോ. മനസ്സിലായി. ഇപ്പൊ ഒരു തീരുമാനമില്ലേ? ഓക്കെ. റിയൽ ലൈഫിൽ ആരെങ്കിലും ഇടിച്ചിട്ടുണ്ടോ? പടത്തിലല്ല, റിയൽ ലൈഫിൽ. പിന്നെ എന്നുമല്ല കോളേജിലേക്ക് അത് മടി കൂടി. രാവിലെ എണീക്കും. ആരെയും തല്ലിയില്ലല്ലോ. ആരും തല്ലിയില്ലല്ലോ. കൈ തരിക്കുന്നു. ഓക്കെ. ഞാനേ കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചോദിക്കാം. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും നിൽക്കാതെ വണ്ടി വിടുന്ന ആളാരാ? അങ്ങനെ ആരും ഉണ്ടാവില്ല. പൊറോട്ടയും ബീഫൊക്കെ ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയാണ് പെട്ടെന്ന്. മിക്ക ദിവസം ഞങ്ങൾക്ക് പൊറോട്ടയും ബീഫും അവിടെ ഫൈറ്റ് ഉള്ള സമയത്ത് ഡെയിലി നല്ല തീരണ സമയമാകുമ്പോഴേക്കും എല്ലാത്തിനും ഞാൻ തീറ്റിച്ചിട്ട് വിടാം. ഞാൻ ഫൈറ്റിന്റെ ഇടയില് എന്തുകൊണ്ട് അങ്ങോട്ടൊന്നും നോക്കണ്ട. ഫൈറ്റ് ചെയ്തോണ്ടിരിക്കണേ വയ്യാതായി. അതിൽ ഓരോ ഞാൻ പറഞ്ഞത് ലോങ് ഷോട്ട്സ് ആണ്. അപ്പൊ ഓരോ ഷോട്ട്സ് 20, 25, 30, 32 ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി. ക്യാമറയും കൂടി റോപ്പിലാണ്. അപ്പൊ മടുത്തിട്ട് ലാസ്റ്റ് 3rd day 4th day എന്തോ മടുത്തിട്ട് എനിക്ക് വിഷന്നിട്ട് വയ്യ. അപ്പൊ ഞാൻ ഷോട്ടിന്റെ ഇടയിൽ വിളിച്ച് പറയിപ്പിച്ച് മേടിച്ചു വെക്കുന്നു. ഞാൻ കുറച്ചേരം അടുത്തൊക്കെ പറഞ്ഞു പോയി ഷോട്ട് എടുത്തോണ്ടിരിക്കും സാർ. അങ്ങനെ 2 ഫുഡൊക്കെ അടിച്ച് ചില്ല് ചെയ്തിട്ടൊക്കെ അതിൽ അത്. പക്ഷെ അത്ര നമ്മൾ അങ്ങനെ വീക്കാല് അത്ര. ഇപ്പൊ നേരത്തെ വെച്ചാൽ നീര് കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു ബ്ലോക്ക് ഉണ്ട് ഒരു ഫൈറ്റ് സീക്വൻസിൽ. ഇപ്പൊ ഇവിടെയും ഇപ്പൊ കൈ നോക്കുമ്പോ ഇതിങ്ങനെ ഇരിക്കണം ഒരു എസ് ഷേപ്പ്. നിനക്ക് അടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. മുന്നേ കൂടെ ഞാൻ കൊടുക്കുമായിരുന്നു. മുന്നേ കൂടെ കൊടുത്തുള്ളൂ. ഓക്കെ. ലൊക്കേഷനിൽ വെച്ച് ഏറ്റവും കൂടുതൽ റൊമാൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാര്? ഇതില് പിന്നെ റൊമാൻസ് ഇല്ലെന്ന് തോന്നുന്നല്ലേ? അമ്മേ അയ്യോ അച്ഛ 3 വാക്കൊഴിച്ച് ഇഷ്ടം പോലും പറയാൻ പറ്റാത്ത. ഇതിൽ ഏറ്റവും വലിയ മടിയനാരാ? മടിയനോ? അങ്ങനെ മടിയൊന്നുമില്ല. ഭയങ്കര മടിയില്ല. 2 കൂടി പെസ് കളി തുടങ്ങി കഴിഞ്ഞ പിന്നെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതും എന്റെ കാരവനില് എന്റെ ബെഡില്
റെസ്റ്റ് എടുക്കാൻ എങ്ങാനും വരും കേട്ടോ കാരോലിലേക്ക്. Rest ഒന്നല്ല. ഞാൻ തിരക്കാന്ന്. എന്റെ കാര്യം ലാസ്റ്റ് ICUലേ നെബുലൈസിംഗ് മെഷീൻ എല്ലാം ഉണ്ട്, പ്രസാദർ എല്ലാം ആയി. അപ്പൊ ഞാൻ മറ്റേ ശ്വാസം വിട്ടിട്ട് അവന് കുറച്ച് ശ്വാസം എടുത്തോട്ടെ. രസമായിരുന്നു, ഓളമായിരുന്നു മൊത്തം. ഓക്കെ, ഒരു അത്യാവശ്യം വന്നാൽ പാതിരാത്രി ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരാള് അർജുൻ ചേട്ടാ. ഇവരും മൂന്ന് ആരെയും വിളിക്കാം, എടുത്താ മതി. ധൈര്യമായിട്ട് വിളിച്ചാൽ എടുക്കൂന്ന് ഈ ഉറപ്പാണ്. ഗ്യാങ്ങിൽ ആരെയും വിളിക്കാന്നുള്ള ഫ്രീഡം ആയിട്ടുണ്ട്. എപ്പോ വേണേലും വിളിക്കാം, നമുക്ക് സെറ്റാണ്, ഫാമിലി പോലെയാണ്. ഫാമിലി പോലെയായി. ഓക്കെ, വിശാലിനെ കുറിച്ച് കിട്ടിയിരിക്കുന്ന വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു കാര്യം, കിട്ടിയിരിക്കുന്ന ഒരു റൂമേഴ്സിലോ എന്തെങ്കിലും? റൂമേഴ്സിലോ? അയ്യോ, കുറെ റൂമേഴ്സ് ഉണ്ട്, ഏതാന്നറിയില്ല. ഏറ്റവും ചിരിപ്പിച്ച കാര്യം അല്ല, അങ്ങനെ കരയിപ്പിച്ചിട്ടുള്ളൂ, ചിരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കണ്ടിട്ട് ഭയങ്കര ഡാർക്ക് ആവുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ, എന്തൊക്കെ എഴുതി വിടുന്ന ആൾക്കാർ കണ്ടിട്ട് ചിലപ്പോൾ ഡാർക്ക് ആവാറുണ്ട്, പക്ഷെ അങ്ങനെ ചിരിപ്പിച്ച കാര്യങ്ങളൊന്നുമില്ല. ഇല്ലേ? സങ്കടം, വിഷമം. ഓക്കെ, ഒന്നും ചെയ്യാതിരിക്കുക എന്നത് നിങ്ങൾ ഒരു ജോലിയായി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശമ്പളം എത്രയും? ചേട്ടൻ നല്ല ശമ്പളമായിരിക്കും. വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കാൻ. നല്ല ശമ്പളം കൂടി ഉണ്ടായിരുന്നു. വെറുതെ ഇരിക്കായിരുന്നത് ഇഷ്ടമാണ്, കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും ടൈമിങ്സും 6:30 to 9:30 ഷൂട്ടില്ലാത്തപ്പോഴൊക്കെ വീട്ടിൽ ചില്ല് ചെയ്യുക, ഫാമിലിനോട് ഇരിക്കുക. ഇവളെ കാണുമ്പോ കൊച്ചിനെ മിസ് ചെയ്യുമായിരുന്നു. അയ്യോ, ഇവള് കോമഡി അതല്ല, ഞാൻ ഇവള് വീട്ടിൽ നിന്ന് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോ ഇവളോടൊക്കെ സംസാരിക്കുമ്പോ അൻവീസ് ചിരിച്ചൊക്കെ ഇരിക്കണായിരിക്കും. ഇവളെ കണ്ടുകഴിയുമ്പോ പെട്ടെന്ന് മോഡോ ജലസി അടിക്കൂല. അതാരാ പ്ലീസ്. രസമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവളെ കാണിക്കുന്നത്. അർജുനന്റെ ഒരു സിനിമ ഒരു ജീവിതം ഒരു സിനിമയാക്കുവാണെങ്കിൽ അതിലൊരു ഫ്ലോപ്പ് രംഗം ഏതായിരിക്കും? എന്റെ ജീവിതത്തിലോ? അയ്യോ, കൊറേ ഉണ്ടെന്ന്. ഞാൻ ആ DJ ഒക്കെ ചെയ്ത് നടന്ന ഒരു കാലഘട്ടം ഉണ്ട് ആക്ച്വലി. അതൊക്കെ കുറച്ച് കോമഡിയാണ്. DJ ചെയ്തിട്ടുണ്ടോ? 5 വർഷം. 5 വർഷം. അത് കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു. ഓക്കെ, അബൌട്ട് ചത്താപ്പച്ച ടീം. വാവ്, ജസ്റ്റ് വാവ്, സൂപ്പർ സൂപ്പർ ഫാന്റാസ്റ്റിക്. മാറസ്. നീ പറ. വൺ വേർഡിലായിരുന്നോ? വെയിറ്റ് ആൻഡ് വാച്ച്. സത്യം ഇംഗ്ലീഷ് അറിയാൻ കുറച്ചൊക്കെ. ആരും പറയുന്നത് പറയത്തില്ല. പോളി. മതി. അപ്പൊ നമുക്ക് ജനുവരി 22-ാം തീയതി ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാവൂലേ? എവിടെയാണ്? വനിത വിനീത. ഓക്കെ, അപ്പോ ഞങ്ങളും ഉണ്ടാവും. വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. കാരണം പക്ക ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ടീം. താങ്ക് യു സോ മച്ച്.